നോർത്ത് പറവൂർ നഗരസഭ CDSന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്ന അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലോത്സവം അരങ്ങ് 2024ന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു. എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളും അതേപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും അത് ഏതൊരാൾക്കാണെങ്കിലും ഏത് കുടുംബത്തും എന്നും ഒരുപോലെയൊന്നും ആയിരിക്കില്ല. നമുക്ക് സന്തോഷവും അതേപോലെ വിഷമങ്ങളും എല്ലാം നിറഞ്ഞതാണ് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെല്ലാം. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ എല്ലാം ഉള്ളിൽ പല വിധത്തിലുള്ള കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നു. അത് ഒരു രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് ചിലപ്പോൾ ചിലർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതിനെല്ലാം ഒരു വേദിയാകുന്ന ഈ കുടുംബശ്രീ തലത്തിൽ ഓക്സിലറി ഗ്രൂപ്പുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നത്, അതിനെല്ലാം ഒരു പരിധിവരെയെങ്കിലും എല്ലാവരെയും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും സന്തോഷകരമാണ്. ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്ര അധ്യക്ഷനായി. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അയൽക്കൂട്ട അംഗങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന കലാകാരന്മാരെ കലാകാരികളെല്ലാം കണ്ടുപിടിച്ച് അവരുടെ കഴിവുകൾ മാറ്റൊരുക്കാനുള്ള ഒരു വേദി ആണ് ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ അമ്മമാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടതാണ്. പ്രായമായ ഒരു അമ്മ, ആ പ്രായത്തിനപ്പുറമായി അവർ ഡാൻസ് ചെയ്യുന്നു. അത് വളരെ വൈറലായി. ഒന്നാലോചിച്ച് നോക്കി, അതുപോലെ കഴിവുള്ള വ്യക്തിത്വങ്ങൾ ഒത്തിരിയുണ്ട്. അവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വേദിയാണ് സർക്കാരുകൾ, നഗരസഭ എല്ലാം ഒരുക്കിയിട്ടുള്ളത്. കൗൺസിലർമാരായ ജി ഗിരീഷ്, ജഹാംഗീർ തോപ്പിൽ, ലൈജി ബിജു, ഗീതാ ബാബു, ആശാ മുരളി, CDS വൈസ് ചെയർമാൻ രാജി ജിജീഷ് എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ പുഷ്പലത വിജയൻ സ്വാഗതം പറഞ്ഞു. അയൽക്കൂട്ട അംഗങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും മാനസിക ഉല്ലാസത്തിനും അതുപോലെ നമ്മൾ ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ്. ആ വ്യക്തികളുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ് നമ്മളിത്. അപ്പോൾ ആ വേദിയിലേക്ക് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മളുടെ സ്നേഹം തന്ന ക്ഷേമകാര്യ ചെയർമാനിച്ചു. സെക്രട്ടറി EV രമണി നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാസാഹിത്യ മത്സരങ്ങൾ അരങ്ങേറി. മക്കളെ പ്രസവിച്ച് വളർത്തി ഇന്നെനിക്കാരും കൂട്ടില്ല. ഞാനിന്ന് വൃദ്ധസദനത്തിൽ അഭയം തേടുകയാണ്. മക്കളെ, മീനാക്ഷി, കല്യാണി, നിങ്ങൾ വരുന്നുണ്ടോ കൊയ്യാനായിട്ട്? നല്ല കൊയ്ത്തായിരുന്നു. സൂര്യനെ മറച്ചിടും കാർമീക പാളികൾ താനേ അകലും. പിരിഞ്ഞൊരു മുട്ടുജാലന്റെ മോഹങ്ങൾ
CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.